എലിശല്യം രൂക്ഷമായപ്പോൾ അതിനെ എങ്ങനെ നേരിടാമെന്ന് കുറേ കാലമായിട്ട് ആലോചിക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ വിഷം വെച്ച് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ വെച്ചാൽ അത് ചീഞ്ഞു നാറും. പിന്നെ ട്രാപ്പ് വെച്ച് കഴിഞ്ഞാൽ അതിനെ കൊല്ലുന്ന പ്രശ്നമാകും. അങ്ങനെയാണ് പിന്നെ നമ്മളെല്ലാവരും ജീവനക്കാരെ ആലോചിച്ചിട്ട് നമ്മൾ പിന്നെ ഒരു പൂച്ചയെ കൊണ്ടുവന്നിട്ട് അതിനെ പിടിച്ചാലോ എന്ന് ആലോചിച്ച്. അതെല്ലാം നമ്മൾ നേരത്തെ കഥകളിലൂടെ കേട്ടൊരു ഇതാണല്ലോ. അങ്ങനെ മലപ്പുറത്ത് സർക്കാർ ഉദ്യോഗസ്ഥർക്ക് തലവേദനയായ കളക്ടറേറ്റിൻ്റെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിൽ എലിശല്യം രൂക്ഷമായിരുന്നു. നമ്മൾ ടോമാഞ്ചേരിയിലൊക്കെ കാണുന്ന പോലെ പൂച്ച ഇറക്കി ജീവനക്കാരെല്ലാവരും ചേർന്ന് ആ എലിശല്യത്തിന് ഒരു പരിധി വരെ ഇപ്പോൾ പരിഹാരമായിട്ടുണ്ട്. ആ ഒരു വീഡിയോ, ആ പൂച്ച എലിയെ പിടിക്കുന്ന ഒരു വീഡിയോ കോടിക്കണക്കിന് ആളുകളാണ് വിവിധ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമിലൊക്കെ കണ്ട്. ഇപ്പോൾ ആ ചിത്രം പകർത്തിയ ഉദ്യോഗസ്ഥൻ റോഷൻ അരീക്കോട് നമ്മളിപ്പോൾ ചേരാം. സാർ, ഒരുപാട് പ്രയാസങ്ങളായിരുന്നു അല്ലേ എലി? അതെ, എലിശല്യം കുറേ കാലമായിട്ട് ഞങ്ങളുടെ ഓഫീസുകളിലൊക്കെ ഉണ്ട്. കാരണം ആയിരക്കണക്കിന് ആളുകൾ ഇടപെടുന്നതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇതിൻ്റെ വെന്റിലേഷനും സ്ഥാപനത്തിന് കുറവായിരിക്കും. അപ്പോൾ എലിശല്യം രൂക്ഷമായപ്പോൾ അതിനെ എങ്ങനെ നേരിടാമെന്ന് കുറേ കാലമായിട്ട് ആലോചിക്കുന്നുണ്ട്. അപ്പോഴാണ് നമ്മൾ വിഷം വെച്ച് കഴിഞ്ഞാലുള്ള പ്രശ്നം എന്താ വെച്ചാൽ അത് ചീഞ്ഞു നാറും. പിന്നെ ട്രാപ്പ് വെച്ച് കഴിഞ്ഞാൽ അതിനെ കൊല്ലുന്ന പ്രശ്നമാകും. അങ്ങനെയാണ് പിന്നെ നമ്മളെല്ലാവരും ജീവനക്കാരെ ആലോചിച്ചിട്ട് നമ്മൾ പിന്നെ ഒരു പൂച്ചയെ കൊണ്ടുവന്നിട്ട് അതിനെ പിടിച്ചാലോ എന്ന് ആലോചിച്ച്. അതെല്ലാം നമ്മൾ നേരത്തെ കഥകളിലൂടെ കേട്ടൊരു ഇതാണല്ലോ. അങ്ങനെ നമ്മുടെ സുഹൃത്ത് രാജേഷാണ് പൂച്ചയെ കൊണ്ടുവരുന്നതും അങ്ങനെ ഇതിനെ കാണിച്ചു കൊടുക്കുകയും ചെയ്തത്. പിന്നെ പൂച്ചയുടേതായിട്ടുള്ള മാർഗ്ഗങ്ങൾ അവലംബിച്ചു. പിന്നെ ഈ റീല് വൈറലാകേണ്ട സാഹചര്യം എന്താ വെച്ചാൽ ഇതിൽ 3-4 വിഷയങ്ങളുണ്ട്. ഒന്ന്, ഇതിൽ ഒരു പ്രോബ്ലം ഉണ്ട്. പിന്നെ എന്താണ് നമ്മുടെ പ്രോബ്ലം? എലി എന്ന് പറഞ്ഞ ഒരു പ്രോബ്ലം ഉണ്ട്. പിന്നെ അതിനൊരു സൊല്യൂഷൻ ഞങ്ങൾ കണ്ടെത്തി. ആ സൊല്യൂഷനും ഉണ്ട്. പിന്നെ ആ സൊല്യൂഷന് റിസൾട്ടും ഉണ്ടായി. സൊല്യൂഷന് നല്ലൊരു റിസൾട്ടും അവിടെ ഉണ്ടായി. പിന്നെ അതിവിടെ ആ പൂച്ച ആ എലിയെ പിടിക്കുകയും അതിന് കുഞ്ഞുങ്ങൾക്ക് ഭക്ഷണം നൽകുകയും ചെയ്തു. അപ്പോൾ അവിടെ ഒരു മാതൃസ്നേഹം കാണിച്ചു. പിന്നെ നമ്മളെല്ലാം വളരെ ക്ലാസിക്കലായിട്ട് കേട്ടിട്ടുള്ള ടോം ആൻഡ് ജെറിയുടെ ആ ഒരു മ്യൂസിക് അതിന് ബാക്ക്ഗ്രൗണ്ട് കൊടുത്തു. അതെല്ലാം കൂടി ആയിട്ട് ഏകദേശം 165 ലക്ഷത്തോളം ആളുകൾ അതിൻ്റെ ഡയറക്റ്റ് വ്യൂസ് ഉണ്ടായി എന്നുള്ളതൊരു വലിയ സന്തോഷം നൽകുന്ന കാര്യമാണ്. അപ്പോൾ ജീവനക്കാരെല്ലാവരും കൂടി ചേർന്നാണ് ഇത്തരത്തിലൊരു തീരുമാനത്തിലേക്ക് എത്തുന്നത്? തീർച്ചയായിട്ടും ജീവനക്കാരുടെ മൊത്തത്തിലുള്ള ഒരു ആഗ്രഹമാണ് ഇതിനെ നമ്മൾക്ക് ഒരു എന്താ പറയുക ഒരു പിന്നെ ബയോളജിക്കൽ പെസ്റ്റ് കൺട്രോൾ രീതി അവലംബിക്കണം എന്നുള്ളത്. അങ്ങനെയാണ് അത് സാധിച്ചത്. ഇപ്പോൾ ഈ റീല് വല്ലാണ്ട് വൈറലായപ്പോൾ പുറത്തുനിന്നുള്ള ആളുകൾ വിളിക്കുക അങ്ങനെ എന്തെങ്കിലും? തീർച്ചയായിട്ടും റീല് വൈറലാകുമ്പോൾ സ്വാഭാവികമായിട്ടും എല്ലാവരും കാണുമല്ലോ. എല്ലാവരും വളരെ അപ്രീഷിയേറ്റ് ചെയ്തു. കാരണം നമ്മൾ വിഷം വെക്കാതെയും ട്രാപ്പ് വെക്കാതെയും അതിനെ ഒരു ഈ പറഞ്ഞ പോലെ ബയോളജിക്കൽ പിന്നെ രീതിയിൽ തന്നെ നമുക്കത് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞു എന്ന് പറയുന്നത്. എന്തായാലും ജീവനക്കാരെ സംബന്ധിച്ചിടത്തോളം ആശ്വാസമുണ്ട്. അതിലേറെ ആ റീല് വൈറലായതോടെ ഇത്ര എലിശല്യമൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് പരമ്പരാഗത രീതി വീണ്ടും ഉപയോഗിക്കാം എന്നുള്ളൊരു മാതൃക കൂടിയാണ് ഇവിടെ കാണിക്കുന്നത്. മലപ്പുറത്ത് നിന്നും ഫൈസ് നെടുമ്പാല, മീഡിയ 1.